ആലപ്പുഴ മാന്നാർ ചെന്നിത്തലയിൽ വൃദ്ധരായ അച്ഛനമ്മമാരെ മകൻ ചുട്ടുകൊന്നു. ചെന്നിത്തല കോട്ടമുറിയിലെ 92-കാരൻ രാഘവനെയും ഭാര്യ 84 വയസ്സുള്ള ഭാരതിയെയുമാണ് വീടിന് തീയിട്ട് ചുട്ടുകൊന്നത്. സ്വത്ത് എഴുതി നൽകാത്തതിന്റെ പകയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് മകൻ വിജയന്റെ കുറ്റസമ്മതം. വർക്കലയിൽ മാതാപിതാക്കളെ പുറത്താക്കി മകൾ ഗേറ്റടച്ചെന്ന് പരാതി. വർക്കല ആയിരൂർ തൃമ്പല്ലൂർ ക്ഷേത്രത്തിന് സമീപം വൃന്ദാവനം വീട്ടിൽ 79 വയസ്സുള്ള സദാശിവൻ, ഭാര്യ സുഷമ എന്നിവരെയാണ് മകൾ. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ച 2 വീഡിയോകൾ കൊച്ചു കേരളത്തിൽ ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന മാതാപിതാക്കൾക്കെതിരെ നടന്നിട്ടുള്ള ക്രൂരകൃത്യങ്ങളാണ് കാണിച്ചതെന്ന് പറയുന്നത്. രണ്ടിൻ്റെയും പ്രത്യേകത അല്ലെങ്കിൽ സാമ്യത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും സ്വത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഒന്ന്, സ്വത്തെല്ലാം കിട്ടാതിരിക്കുന്നു എന്ന് കണ്ട സമയത്ത് കൃത്യമായി അവരോട് സ്നേഹം നടിച്ച് വീട്ടിൽ കയറിയതിനു ശേഷം അവരെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുകയും പിന്നീട് അവർ പോലീസ് കേസ് അല്ലെങ്കിൽ കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോയ സമയത്ത് അവരെ തീയിട്ട് കൊന്നു കളഞ്ഞു. ഇതാണ് ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എല്ലാ സ്വത്ത് വകകളും വീതിച്ച് നൽകി എല്ലാം ചെയ്തതിന് ശേഷം വീണ്ടും കടമുണ്ടാകുന്ന സമയത്ത് അവർ താമസിച്ചിരുന്ന വീട് കൂടി വിറ്റിട്ട് 35 ലക്ഷം രൂപയോളം തുക ആ കാര്യങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി വീട് വയ്ക്കുന്നതിനും മറ്റുമായി വാങ്ങിക്കൂട്ടി മാതാപിതാക്കളെ നോക്കിക്കോളാം എന്ന് വാഗ്ദാനവും നൽകിയിട്ട് വീട്ടിൽ താമസിപ്പിക്കാൻ ഇടവും നൽകിയതിന് ശേഷം അവരെ പലവട്ടമായിട്ട് വീടിന് പുറത്താക്കുന്ന അവസ്ഥ. ഇങ്ങനെ 2 വാർത്തകൾ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മക്കളോട് ഒരുപാട് സ്നേഹം കാണിക്കുന്ന ചില മാതാപിതാക്കളെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നത് ഇത്രയും ദുഷിച്ച മക്കളായി പോകുന്ന ഒരു രീതി. നമുക്ക് എപ്പോഴും ഈ കേരളത്തിൽ നടക്കുന്ന വാർത്തകൾ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് എല്ലാം ഒന്നെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് മീൻസ് നല്ല അമ്മമാരും അച്ഛന്മാരും ഉണ്ട്, അതിലപ്പുറത്തേക്ക് ചീത്തയായിട്ടുള്ള മീൻസ് മക്കളെ ദ്രോഹിക്കുക മാത്രം ചെയ്യുന്ന അച്ഛനും അമ്മമാരും ഉണ്ട്, ഇനി അതിലപ്പുറത്തേക്ക് നല്ല മക്കൾമാരും ഉണ്ട്, വൃത്തികെട്ട മക്കൾമാരും ഉണ്ട്. അങ്ങനെ നമുക്ക് രണ്ട് ഷെയ്ഡും കാണാൻ പറ്റുന്നതാണ് ഇവിടെ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഒരു വാർത്തയുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 വാർത്തയിലും കാണാൻ പറ്റുന്നത് ഏറ്റവും നല്ല സ്നേഹനിധികളായിട്ടുള്ള 2 അച്ഛനമ്മമാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മക്കളോട് ഒരുപാട് സ്നേഹം തോന്നി മക്കൾക്ക് ഈ പറയുന്ന ജീവനുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന അവർക്ക് അധ്വാനിക്കാൻ പറ്റുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ആരോഗ്യം അനുവദിച്ചിരുന്ന സമയത്തിലെല്ലാം നല്ല വിധത്തിൽ പല നാടുകളിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് മാറി നിന്നോ അധ്വാനിച്ച് എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അത് മക്കളുടെ കല്യാണവും നടത്തി അവർക്ക് വേണ്ടിയുള്ള വസ്തുവകകളൊക്കെ വീതിച്ചു കൊടുത്ത് എല്ലാം ആ ഒരു രീതിക്ക് ആക്കി വെച്ചതിന് ശേഷം എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അമ്മയും അച്ഛനെയും രണ്ടാമത്തെ വാർത്തയിൽ കാണാൻ കഴിയുന്ന സമയത്ത് ആദ്യത്തേൽ ഈ പറയുന്ന 18.5 സെന്റ് മൊത്തത്തിലുണ്ട്, അതിൽ 5 മക്കളുണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരുപോലെ വീതിച്ച് കൊടുക്കേണ്ടതാണ്, എല്ലാവർക്കും തുല്യ അവകാശമുള്ളതാണ്. അതിൽ ഒരു മോന് മാത്രം മൊത്തമായിട്ട് എല്ലാം അങ്ങ് വിഴുങ്ങണം എന്നും അല്ലാത്തൊരു പൂതി അല്ലെങ്കിൽ ഒരു ആഗ്രഹം. ആ ആഗ്രഹത്തിന്റെ പേരിൽ ആ അച്ഛനെ അമ്മേനെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുക, മറ്റുള്ളവരെ അച്ഛനെ അമ്മയുടെ കൂടെ കൂടിയിട്ട് കേസ് കൊടുത്ത് ബാക്കി എല്ലാവരെയും ഒറ്റപ്പെടുത്തുക, എന്നിട്ട് അവസാനം അവരുടെ അങ്ങ് കഥ കഴിക്കുക. ഇങ്ങനൊരു രീതിയാണ് നമ്മൾ കാണുന്നതെന്ന് പറയുന്നത്. അപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു രക്ഷിതാക്കൾക്ക് അറിയാൻ പറ്റാതെ പോകുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം 60-65 വയസ്സിന് മുകളിൽ വരുന്ന രക്ഷിതാക്കൾക്ക്, അച്ഛനും അമ്മയായിട്ടുള്ള ആൾക്കാർക്ക് അവർക്കിപ്പം മക്കളാണുള്ളത്. ഇപ്പം മക്കളില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് കൊച്ചുമക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കൊച്ചുമക്കൾ, അതല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഇവരാരും ഇല്ലെങ്കിൽ ബന്ധുക്കളായിട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ എതിരായിട്ട് ഇവിടെ നമുക്ക് സംസ്ഥാന സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ട്രിബ്യൂണൽസ് ഉണ്ട്. അതായത് ഇവർക്ക് വേണ്ടി ഈ പ്രായം ചെന്ന ഇത്ര വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അവിടെ കൃത്യമായിട്ട് ഇവർ കംപ്ലൈൻറ്റ് ചെയ്യുകയും മറ്റും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടി മറ്റൊരാൾക്ക് വേണമെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവർക്ക് നേരിട്ട് കംപ്ലൈൻറ്റ് ചെയ്യാം. അപ്പം മാസം തോറും ഈ പറയുന്ന 10,000 രൂപയാണ് ഏറ്റവും എനിക്കൊന്ന് മിനിമം തുക എന്ന് തോന്നുന്നു. അത്രയും രൂപ ഈ പറയുന്ന മക്കൾമാരിൽ നിന്ന് കിട്ടുന്ന തരത്തിലേക്ക്, മക്കളുണ്ടെങ്കിൽ മക്കളിൽ നിന്ന് അത്തരത്തിൽ വാങ്ങിച്ചെടുത്ത് അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് അത് കൊടുക്കേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ്. അത് നിയമമാണ്, അത് കൊടുത്തേ പറ്റൂ എന്നുള്ള തരത്തിൽ ബാധകമായിട്ടുള്ളൊരു കാര്യം ഇവിടെ നിൽപ്പുണ്ട് അല്ലെങ്കിൽ നടപ്പുണ്ട്. അത് എത്ര പേര് ഇതിലോട്ട് പോകുന്നുണ്ട്, എത്ര പേർക്ക് ഇതിനെപ്പറ്റി അറിയാമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഇത് കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതിനകത്ത് ഇപ്പം ബാക്കി ഒരു മകൻ മാത്രം കൊടുക്കുക, ഒരു മകൾ മാത്രം കൊടുക്കുക, അങ്ങനത്തെ ഒരു സംഭവമല്ല. എല്ലാവരും അവരുടെ ഈ പറയുന്ന ഉത്തരവാദിത്തം, കൂട്ടുത്തരവാദിത്തം നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അവരുടെ സംരക്ഷണം, അവരുടെ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ഹോസ്പിറ്റൽ കാര്യങ്ങൾ, ഇതെല്ലാം നോക്കേണ്ട ബാധ്യത അല്ലെങ്കിൽ ചുമതല ഇവർക്കുണ്ടെന്നുള്ള രീതിക്ക് ഇങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതറിയാത്തതിൻ്റെ പേരിലോ കുറേ ആൾക്കാർ ഇതിൽ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഇനി മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയും വശങ്ങൾ പറയുന്ന സമയത്ത് ഇനി മറ്റൊരു കൂട്ടർ കൃത്യമായിട്ടുണ്ട്. അതായത് എപ്പോഴും ഈ പറയുന്ന 3 മക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ
രണ്ട് മക്കളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക, അല്ലെങ്കിൽ ഒരു മോനെ മോളെ മാത്രം ഭയങ്കരമായിട്ട് സ്നേഹിക്കുക, മറ്റൊരു മോനെ മോളെ അല്ലെങ്കിൽ മക്കളെ ഈ പറഞ്ഞ ശത്രുവായിട്ട് കാണുക, അല്ലെങ്കിൽ അവരെ നിരന്തരമായിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ മാത്രം ഉണ്ടാകുന്ന ചില വൃത്തികെട്ട തരത്തിൽ ചിന്തിക്കുന്ന അച്ഛനമ്മമാർ, അത് എത്ര വയസ്സ് കൂടിയാലും അത്തരത്തിൽ തന്നെ, എത്ര വയ്യായികയിൽ കിടന്നു കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഇങ്ങനെ നോദിച്ചുകൊണ്ടിരിക്കുന്ന, ദ്രോഹിച്ച് അതിലൊരു ലഹരി കണ്ടെത്തുന്ന, സുഖം കണ്ടെത്തുന്ന ഒരു കൂട്ടം മാതാപിതാക്കളും ഉണ്ടെന്നുള്ളത് ഏറ്റവും സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ചില സമയങ്ങളെങ്കിലും നിയമം പോലും ഈ പറയുന്ന പ്രായം ചെന്ന മാതാപിതാക്കളോടൊപ്പം നിൽക്കുന്ന സമയത്ത് മക്കളെ കുരുക്കിലാക്കുന്ന, മനഃപൂർവ്വം കുരുക്കിലാക്കാൻ ശ്രമിക്കുന്ന കുറേയധികം വിവരമില്ലാത്ത ആൾക്കാരും ഉണ്ടെന്നുള്ളതും സത്യമാണ്. അതായത് ഇത്രയും വലിയ വാർത്തകൾ, ഇതുപോലെ നല്ല അച്ഛന്മാരും അല്ലെങ്കിൽ അമ്മമാരുമായിട്ടുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു ദ്രോഹവും ചെയ്യാതെ ജീവിക്കുന്നവരെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്ന മക്കൾ, ഇതെല്ലാം വാർത്തകളൊക്കെ കണ്ടിട്ടും തങ്ങളുടെ മക്കൾക്ക് എത്രമാത്രം പരിശുദ്ധി ഉണ്ടെന്നോ അല്ലെങ്കിൽ ശുദ്ധി ഉണ്ടെന്നോ, അവർ എത്രത്തോളം നല്ല പോലെ നമ്മളൊന്നും അങ്ങോട്ട് കൊടുക്കാതിരുന്നിട്ടോ, നമ്മളൊന്നും അവർക്ക് സപ്പോർട്ട് ചെയ്യാതിരുന്നിട്ടോ ഒന്നും നമുക്ക് ഒരു തരത്തിലുള്ള ബാധ്യതയോ ഉണ്ടാക്കാതെ നമുക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ നമ്മൾ തലയുയർത്തി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്ന മക്കൾ ഉണ്ടായിട്ടും അവരുടെ വിലയോ അല്ലെങ്കിൽ അവരുടെ ചെറിയ രീതിക്ക് വില പോലും മനസ്സിലാക്കാതെ, അവർ തങ്ങളുടെ മക്കളാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ബാക്കിയുള്ളവരുടെ പലരുടെയും വാക്കുകൾ കേട്ടിട്ട് അവരെ കൃത്യമായിട്ട് ഈ പറയുന്ന പലവരുടെ മുന്നിൽ നാണം കെടുത്തുക, അതല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലീസ് കേസുകളിലാക്കുന്ന, അത്തരത്തിൽ പോകുന്ന വിവരം കെട്ട മാതാപിതാക്കളും ഈ നാട്ടിലുണ്ട്. അപ്പം നിയമത്തിന് വേണമെങ്കിൽ വളച്ചൊടിക്കാനും ഇത്തരത്തിൽ പല രീതിക്ക് ആക്കാനും കഴിവുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ഏത് കേസ് വരുന്ന സമയത്ത് ഏതാണ് ഈ ശരിയായിട്ടുള്ളതെന്ന് പലപ്പോഴും നമുക്ക് വാർത്തകളിലൂടെ മാത്രം കണ്ടറിയാൻ കഴിയില്ല എന്നുള്ളത്. കാരണം നമ്മളറിയില്ലല്ലോ ഈ വീടിനകത്ത് എന്താണ് നടക്കുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പലപ്പോഴും വെളിയിൽ നമ്മൾ ഈ പറയുന്ന കുറേ ആൾക്കാർ പറയുന്നത് മാത്രം നമ്മൾ വിശ്വസിക്കാവുന്ന ഒരു സംഭവത്തിലേക്ക് മാത്രമാണ് പലപ്പോഴും ഒതുങ്ങി പോകുന്നതെന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ഒരാളെ കുറിച്ചുള്ള ഒരു വാർത്ത, അത്രയും സമൂഹത്തിൽ നല്ലവനായിട്ട് മാത്രം, അല്ലെങ്കിൽ നല്ല വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയായിട്ട് മാത്രം നമ്മൾ കാണുന്ന ഒരു ആണോ പെണ്ണോ ആയിട്ടുള്ള വ്യക്തികൾ ചിലപ്പോൾ ഒരു വാർത്ത കേട്ട് ആരെങ്കിലും കൊല്ലുന്നത്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ള ആരെയും വിഷം കൊടുത്തോ ഇങ്ങനെയുള്ള കൊല്ലുന്ന വാർത്തകൾ കേൾക്കുന്ന സമയത്തായിരിക്കും ഇത് ഇത്രയും ക്രൂരമായിട്ടുള്ള മനസ്സുള്ള ഒരു സ്ത്രീ ആയിരുന്നോ അല്ലെങ്കിൽ പുരുഷനാണോ എന്ന് പോലും നമ്മൾ മനസ്സിലാവുന്നത്. അതായത് നല്ല രീതിക്ക് പൊതുവെ എല്ലാവരുടെ മുന്നിലും അഭിനയിച്ചും വീടിനുള്ളിൽ ഏറ്റവും ക്രൂര സ്വഭാവം കൊണ്ട് നടക്കാൻ കഴിയുന്നവരും ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വീടിന്റെ 4 മൂലയ്ക്കിലിരുന്ന് ആൾക്കാരെ കുറിച്ച് ഈ പറയുന്ന കുറ്റങ്ങൾ മാത്രം പറഞ്ഞ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ കുടുംബം തകർക്കാൻ മാത്രം നോക്കുന്ന ഒരു കൂട്ടം വൃത്തികെട്ട ജന്മങ്ങളും ഒരു സൈഡിൽ ഉണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മൾ കാണുന്നത് വെളിയിലിറങ്ങുമ്പം നമ്മളത് ഭയങ്കരമായിട്ട് ചിരിച്ച് മാന്യമായിട്ട് സംസാരിച്ച് ഇത്തരത്തിൽ മാത്രം പ്രതികരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന സമയത്ത് സമൂഹത്തിന് തോന്നുമോ ഇവർ എത്ര മാന്യനായിട്ടുള്ള ആൾക്കാരാണ്, ഇവർ ഇത്ര നല്ല രീതിക്കാണ് സംസാരിക്കുന്നത്, എല്ലാവരോടും എത്ര നന്നായിട്ടുണ്ട് ഇടപഴകുന്നതെന്ന് നോക്കുന്നു. അപ്പം നമുക്കൊരിക്കലും നേരത്തെ പറയുന്നത് പോലെ ഈ പറഞ്ഞ മുഖം എന്ന് പറയുന്നത് മനസ്സിന്റെ കണ്ണാടിയാണെന്നൊക്കെ ഒരു പഴമൊഴിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇന്ന് ത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാവർത്തികമായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അതൊക്കെ ശരിക്കും പൊയ്മുഖങ്ങൾ ഒരുപാടുണ്ടെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കണക്ക് മക്കൾ ചിലപ്പം ഇപ്പോൾ പല കേസുകൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചിലപ്പം ഒരുപാട് എല്ലാ കാര്യത്തിനും നിൽക്കുന്നത് ഒരു മകനോ മകളോ ആയിരിക്കും. മറ്റ് രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒന്നിന് നിൽക്കാത്തതോ അല്ലെങ്കിൽ ദ്രോഹിക്കുക മാത്രം ചെയ്യുന്നതാണെങ്കിലും ചില അച്ഛനമ്മമാരോ അവരെ മാത്രം സ്നേഹിക്കുക, ആരാണോ പാവമായിട്ടിരിക്കുന്ന അവരെ ഇങ്ങനെ ഇട്ട് എന്ത് പറയുന്നത് ദ്രോഹിക്കുക മാത്രം ചെയ്യുന്ന അത്രയും വൃത്തികെട്ട മനസ്സുള്ള അച്ഛനമ്മമാരും ഉണ്ടെന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അച്ഛനമ്മമാരിലും നല്ലവരും ഉണ്ട്, ചീത്തയും ഉണ്ട്, മക്കൾമാരിലും നല്ലതും ചീത്തയും ഉണ്ട്. പിന്നെ ഈ പറയുന്നത് കണക്ക് നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, ചീത്ത ചെയ്തു കഴിഞ്ഞാൽ ചീത്ത തന്നെ കിട്ടും. അത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ അതിനുള്ള എല്ലാ കർമ്മഫലങ്ങളും കൃത്യമായി അനുഭവിച്ചിട്ട് മാത്രമേ ഇവിടുന്ന് പോകാൻ കഴിയുള്ളൂ എന്നൊരു സംഭവത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലർക്കാണെങ്കിൽ പിന്നെ അതൊന്നും ബാധകമില്ല. നമ്മളിനി എന്ത് ചെയ്തു കഴിഞ്ഞാൽ ചിലർ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും ഉച്ചോട് മുടിഞ്ഞു പോയി, ഞാൻ കുഴിയിലോട്ട് പോയി കഴിഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റൊരെണ്ണം നന്നാവേണ്ടെന്ന് മാത്രം ചിന്തിച്ച് കൂട്ടുന്ന അത്രയും അല്ലാത്ത മനസ്ഥിതിയുള്ള മറ്റൊരു ഗ്രൂപ്പും ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളത് മറ്റൊരു നിജസ്ഥിതിയാണ്. അങ്ങനെ നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത പലതരത്തിലുള്ള സ്വഭാവങ്ങൾക്ക് ഉടമകളായിട്ടുള്ള, അടിമകളായിട്ടുള്ള, സ്വഭാവ വൈകൃതങ്ങൾക്ക് അടിമകളായിട്ടുള്ള ഒരുപാട് പേരടങ്ങുന്നതാണ് ഇന്നത്തെ ഈ ഒരു സമൂഹം എന്ന് പറയുന്നത്. അപ്പം ചില വാർത്തകൾ കേൾക്കുന്ന സമയത്ത് മാത്രം ഒരിക്കലും നമുക്കതിൻ്റെ നിജസ്ഥിതി കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത് ഒരു പരമാർത്ഥമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ആ വസ്തുതകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമായിരിക്കും അറിയുക അവരെന്താണോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള അല്ലെങ്കിൽ നന്മമരങ്ങൾ മാത്രമായിട്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പം പൊയ്മുഖങ്ങളാണോ, ഇനി പൊയ്മുഖങ്ങളായിട്ടിരിക്കുന്നവരാണോ നന്മകൾ, ഇതൊന്നും നമുക്കൊരിക്കലും മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഞെട്ടിത്തെറിച്ചു പോകുന്ന കാരണവർ കേസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കൂടത്തായി കേസൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് കേസുകളാണല്ലോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതാണ് ഇന്നത്തെ സമൂഹം.